അതെ, ഒരുപാട് വിഷയങ്ങൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തു, വിവാദങ്ങൾ കണ്ടു. വോട്ടർമാർ ശരിക്കും കൺഫ്യൂസ്ഡ് ആണോ, അതല്ല വോട്ടർമാർ അവരുടെ ജനവിധി മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞോ? ഷാഫി, 100% ഡോക്ടർ അരുൺ, അങ്ങേക്ക് പാലക്കാട് കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. പാലക്കാടിൻ്റെ മുക്കിലും മൂലയിലുള്ള ആളുകളെ അങ്ങേക്ക് അറിയാം, ഈ പ്രദേശം അങ്ങേക്ക് അറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ്, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുകൾ ഇത്തരം കാര്യങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് താങ്കൾക്ക് സൂചിപ്പിക്കാൻ കഴിയും? ഞാനിതുവരെ കണ്ടിട്ടില്ല. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഇത്തരം വാർത്തകളിലോ TV കൊടുങ്കാറ്റുകളിലോ അല്ല പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സും തെരഞ്ഞെടുപ്പും. നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ UDF സ്ഥാനാർത്ഥിയോട് പോലും ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ വിവാദങ്ങളല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരാഗ്രഹിക്കുന്ന അവരുടെ പ്രയാസങ്ങൾ വോയിസ് ചെയ്യപ്പെടണം, അതിന് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ വരണം, അതൊരു കമ്മിറ്റ്മെൻ്റായി മാറണം എന്നാഗ്രഹിക്കുന്ന ജനതയാണ്. ഞാൻ സത്യസന്ധമായിട്ട് ഡോക്ടർ അരുണിനോട് ചോദിച്ചോട്ടെ, നിങ്ങൾ അവിടെ പെട്ടി വിവാദം റീക്രിയേറ്റ് ചെയ്യണമൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞ ഒരു ദിവസം അതിൽ കൂടെ നടന്നു പോകുമ്പോൾ. നിങ്ങൾ സത്യസന്ധമായിട്ട് പറ, ഏതെങ്കിലും ഒരു പാലക്കാട്ടെ വോട്ടർ താങ്കളെടുത്ത് വന്നിട്ട് അല്ല പെട്ടി വിവാദം ഉണ്ടായില്ലേ, ഞങ്ങൾ UDFനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടോ എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് താങ്കൾ എന്നോട് പറയേണ്ട, താങ്കൾ മനസ്സിൽ ഓർത്തോളൂ. ഒരു എക്സ്പീരിയൻസ് താങ്കൾക്ക് ഉള്ളിലുണ്ടായിട്ടുണ്ടോ? ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്പിരിറ്റ് കടത്തിയത് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തു, അത് വിശ്വസിച്ച് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് UDF സ്പിരിറ്റ് കടത്തിയില്ലേ, ഇത്തവണ ഞങ്ങൾ UDFന് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? അപ്പം ഞാൻ പറഞ്ഞത്, ജനങ്ങൾ വിശ്വസിക്കാത്ത യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാനുള്ള അത്തരം ശ്രമങ്ങളെയും ഇന്ന് ഈ പരസ്യമെന്ന പേരിൽ അവർ നടത്തുന്ന വിദ്വേഷ പ്രചരണത്തെയും അതിനെയൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളാണ് പാലക്കാടുള്ളത്. പാലക്കാടിന്റെ രാഷ്ട്രീയ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ഏറ്റവും വലിയ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ മെട്രോമാൻ ഈ ശ്രീധരനെ പോലെ ഒരാൾ വന്ന് മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് വന്ന് ക്യാമ്പയിൻ നടത്തി എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചൊരു തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് ജില്ലയിൽ ഒറ്റ സീറ്റ് മാത്രം കോൺഗ്രസ് ജയിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ, തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിലും ഒരേ ഒരു സീറ്റ് മാത്രം കോൺഗ്രസ് ജയിച്ചൊരു തെരഞ്ഞെടുപ്പിൽ, രണ്ടാമതും ഞങ്ങൾ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടൊരു തെരഞ്ഞെടുപ്പിൽ പോലും 3859 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ഈ സീറ്റ് ഞങ്ങളെ ഏൽപ്പിച്ചവരാണ് പാലക്കാട്ടെ ജനങ്ങൾ. അവരുടെ രാഷ്ട്രീയ ബോധത്തെ ആർക്കും മിസ്ലീഡ് ചെയ്യാനോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ കഴിയില്ല. ഷഫി, ഒരു കാര്യം കൂടി, ഈ BJP നടത്തുന്ന ഒരു സൈലന്റ് പ്രചരണത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്ന് ഞാൻ കേൾക്കുന്നു. അവർ മാസീവായിട്ടുള്ളൊരു പ്രചരണത്തിനും അപ്പുറം ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ കേന്ദ്രീകരിച്ച് RSSന്റെ മുഴുവൻ സംഘടനാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടത്തുന്നത്. അവർ എന്നോട് പറഞ്ഞത് പിരായിയിലും കണ്ണൂരിലും കണ്ണാടിയിലും മാത്തൂരിലുമെല്ലാം ഡോർ ടു ഡോർ പ്രചരണമാണ്. അത് നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, അടിയൊഴുക്കുകൾ വളരെ സജീവമാണ് എന്നാണ്. അതല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ടോ ഷാഫി? അടിയൊഴുക്കുകൾ സജീവമാണ്, അത് BJPക്ക് അകത്ത് നടക്കുന്ന അടിയൊഴുക്കുകളാണ്. ഞാൻ ഡോക്ടർ അരുൺ, ഒരു കാര്യം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സജീവമായിട്ട് നടത്തിയ വർക്കിൻ്റെ ഒരു 7 അയലത്ത് ഇത്തവണത്തെ അവരുടെ വർക്ക് എത്തുമെന്ന് കരുതാൻ പറ്റുമോ? അന്ന് അവർക്ക് വേണ്ടി ആ വർക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ആളുകൾ ആരൊക്കെയാ? അത്രയും സജീവമായിട്ട് RSS ഇപ്പോൾ ഫീൽഡിലുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അന്ന് ഈ പറയുന്ന മെട്രോമാന് വേണ്ടി നടന്ന വർക്കിൻ്റെ വോള്യവും അതിൻ്റെ ഡെപ്തും നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? അതുപോലൊരു സ്ഥാനാർത്ഥിയാണോ ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ BJPക്കാർ പോലും മുഴുവനായിട്ട് അംഗീകരിക്കാത്ത, അവർ പോലും മനസ്സുകൊണ്ട് യോജിപ്പില്ലാത്ത, എന്ന് മാത്രമല്ല BJPയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ, അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ കാലം വരുന്നതിന് മുമ്പും 1950കളിൽ ജനസംഘത്തിന് 5 or 6 കൗൺസിലർമാരെ കൊടുത്തിരുന്ന പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ ഇവരോടുള്ള വിയോജിപ്പ് വളരെ പ്രകടമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പല്ലേ ഇത്? ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നും BJPക്ക് അകത്തും ഇല്ല, BJP വഴി പാലക്കാട്ടെ പൊതുസമൂഹത്തിലും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം കൂടി ഷാഫി, ഈ ഡോക്ടർ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതിനു ശേഷം CPM കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ തവണ മെട്രോമാൻ ശ്രീധരന് കിട്ടിയ ഒരു അപ്പർ ക്ലാസ് എഡ്യൂക്കേറ്റഡ് അർബൻ വോട്ടുകൾ ഇത്തവണ സരിൻ അതിൻ്റെ ഒരു 3000-4000 വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് കിട്ടുന്ന, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ മികവിന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന നിലയിലാണ് CPM കണക്ക് കൂട്ടുന്നത്. അങ്ങനെയൊരു ആശങ്ക നിങ്ങൾക്കുണ്ടോ? എൻ്റെ നോട്ടത്തിൽ മറിച്ചൊരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. CPM അണികൾ പോലും അവരുടെ ചിഹ്നം ഉൾപ്പെടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ CPM അണികൾ പോലും മുഴുവനായിട്ട് അവരുടെ
വോട്ടിംഗ് പാറ്റേണിൽ പിന്നെ അലൈൻ ചെയ്ത് നിൽക്കുമെന്നുള്ളത് ഞാൻ കരുതുന്നില്ല. എനിക്ക് ഫീൽഡിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. റൈറ്റ്. നിലവിൽ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചിരിക്കുകയാണ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അപകടകരമായൊരു രാഷ്ട്രീയത്തിനാണോ ആ അർത്ഥത്തിൽ CPM മുതിരുന്നത്? കാര്യം പാണക്കാട് തങ്ങളെ ഒന്നും ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി അടുത്ത കാലത്തൊന്നും തുറന്ന് വിമർശിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. അവിടെയാണ് ജമാഅത്തയുടെ അനുയായി എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയാൻ, നമ്മൾ തുടർന്ന ചർച്ചകളിലെല്ലാം ഞങ്ങളോട് പറഞ്ഞതും എതിരാളികൾ നമ്മളോട് തർക്കിച്ചതുമായ വിഷയം SDP-യുടെ ലഘുലേഖകൾ വിതരണം ചെയ്യപ്പെടുന്നു, ജമാഅത്തയുടെ പിന്തുണയുണ്ടാവുന്നു, ലീഗ് ജമാഅത്തയുടെയും SDP-യുടെയും തടവറയിലാണെന്ന CPM പ്രസ്താവന വരുന്നു. ഇതെങ്ങനെയായിരിക്കും മണ്ഡലത്തിലെ ഈ മൈനോറിറ്റി വോട്ടുകളെ സ്വാധീനിക്കുക ഷാഫി? ഒരിക്കലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ഒരു കാരണവശാലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാവുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ലീഗിനെ രാഷ്ട്രീയമായി വിമർശിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ നേതൃത്വത്തെയും വിമർശിച്ചോട്ടെ, അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനെയാണോ? ഞാൻ ചോദിക്കുന്നു, ഇന്നത്തെ പത്രങ്ങൾ അരുണിൻ്റെ മുമ്പിലുണ്ടാവുമല്ലോ, ഇന്നത്തെ പ്രിൻ്റ് മാധ്യമങ്ങൾ താങ്കളുടെ മുമ്പിലുണ്ടാവുമല്ലോ. ഇന്നലെ കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു രമ്യമായ പരിഹാരം മുനമ്പം വിഷയത്തിൽ, അവിടെയുള്ള ഒരാളെ പോലും കുടിയൊഴിപ്പിക്കരുത്, ഒരു കുടുംബത്തെ പോലും ആശങ്കയിൽ ആഴ്ത്തരുത്, അല്ലെങ്കിൽ അവർക്ക് ആശങ്കയിൽ നിന്ന് മോചനം വേണമെന്നുള്ള നിലപാട് ഈ പറയുന്ന പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉൾപ്പെടെയുള്ള ആളുകളെടുത്ത് അവിടെ സഭയുമായി ചർച്ച നടത്തി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചിത്രം കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഇടപെടലല്ലേ ഈ പാണക്കാട് തങ്ങൾ നടത്തിയത്? കേരളീയ പൊതുസമൂഹത്തിൽ BJP ഒരിക്കൽ കൂടെ കുളം കലക്കാൻ കാത്തു നിൽക്കുമ്പോൾ അവർക്കൊരു അവസരത്തെ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കാതെ അത് പ്രൊലോങ് ചെയ്ത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലം ഉടനീളം, പ്രത്യേകിച്ച് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്ത മുഖ്യമന്ത്രി തങ്ങൾ ഇടപെട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുമ്പോൾ ഈ നാടിൻ്റെ താല്പര്യത്തോട് എന്തെങ്കിലും ഒരു യോജിപ്പുണ്ടായിരുന്നെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്?